ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ 2026 നമ്മുടെ ആദ്യത്തെ വൺ ഓഫ് ദ മേജർ ബാങ്ക് നോട്ടിഫിക്കേഷൻസ് ഇവിടെ ഔട്ട് ആയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അത് RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. സോ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനെ. ഒരുപാട് നാളായിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് വിളിക്കൂ എന്നുള്ള ഒരു സംഭവം. സോ ഫൈനലി ഇത് വിളിച്ചിരിക്കുകയാണ്. നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. സോ മൂവിങ് ഓൺ, RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ www.rbi.org.in എന്ന് പറയുന്ന ഈ RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന PDF കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഗിൻ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ. ആൻഡ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ, അതായത് www.rbi.org.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് RBI അസിസ്റ്റന്റ് 2026 നോട്ടിഫിക്കേഷനിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തുടങ്ങി, അതായത് ഫെബ്രുവരി 16 തീയതി തുടങ്ങി മാർച്ച് 8 വരെ മാത്രമായിരിക്കും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ, അതായത് മാർച്ച് 8 വരെ വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാവുന്നതാണ്. ഓക്കെ. ആൻഡ് ഇതിന് മെയിൻലി RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അസിസ്റ്റന്റ്, മോർ കൈൻഡ് ഓഫ് ക്ലറിക്കൽ പോസ്റ്റ് ആണ്. ഇതിന് മെയിൻലി 2 സെലക്ഷൻ സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷനും 2 മെയിൻസ് എക്സാമും. സോ പ്രിലിംസ് എക്സാം കണ്ടക്റ്റഡ് ആകുക ഏപ്രിൽ 11 തീയതി ആയിരിക്കും. മെയിൻസ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ആകുക ജൂൺ 7 തീയതി ആയിരിക്കും. ഓക്കെ, ഇത് ടെന്റേറ്റീവ് എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. എക്സാം നടക്കാൻ സാധ്യതയുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് ഡേറ്റുകളാണിത്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പ്രിലിമിനറി ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 11 സോ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി നോട്ടിഫിക്കേഷന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓൾ ഓവർ ഇന്ത്യ 650 വേക്കൻസീസ് ആണ് നമുക്ക് RBI അസിസ്റ്റന്റിനുള്ളത്. പക്ഷേ നമ്മൾ സ്റ്റേറ്റ് വൈസ് ആണ് ഈ പരീക്ഷയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരള സോൺ അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന സോണിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അപേക്ഷ സമർപ്പിക്കുന്നത്. സോ ഡിഫറെന്റ് സോൺസ് അക്രോസ് ഇന്ത്യ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലൈക്ക് അഹമ്മദാബാദ്, ബംഗളൂരു, ഭോപ്പാൽ. നമുക്കറിയാം RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ സ്ഥലത്തും ഉള്ളതല്ല, ലിമിറ്റഡ് ആണ്, വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമാണ്. സോ നമ്മുടെ കേരള നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള തിരുവനന്തപുരം ആണ് കൊടുത്തേക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഇസ് 6 ആണ്. ഓക്കെ, 6 വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളത് ട്രിവാൻഡ്രം സോണിൽ. സോ യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് 6 വേക്കൻസീസ്. സോ മൂവിങ് ഔട്ട് ടു ദ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ ഒന്ന് നോക്കാം. ഏജ് എലിജിബിലിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് എക്സാമിൻ ചെയ്യാം. 20 വയസ്സിനും 28 വയസ്സിന്റെയും ഇടയിൽ വരുന്ന ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ 28 വയസ്സെന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റിന്റെ അപ്പർ ഏജ് ലിമിറ്റ് ആണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങളൊരു SC/ST കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സ് വരെ ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ട ആ ഒരു ഏജ് എന്ന് പറയുന്നത് 32 ആകും. നിങ്ങളൊരു OBC നോൺ ക്രീമി ലെയറിൽ വരുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 ഇയേഴ്സ് വരെ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. സോ നിങ്ങളുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 31 ആയിരിക്കും. ബിറ്റ്വീൻ 20 ആൻഡ് 31 ആയിരിക്കും ഒരു OBC നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റിന്റെ ഏജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. സോ റിലാക്സേഷൻ എല്ലാം അവൈലബിൾ ആണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഏജ് ലിമിറ്റ് ഉണ്ട്. എക്സ് സർവീസ് മാൻ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ പോയി നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റിന്റെ 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലാണ് പ്രായപരിധി വരുന്നത്. ഇനി ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറയുന്നത്. അതായത് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. എനി ഡിഗ്രി ആയാലും മതി. അതായത് ഇന്നൊരു പെർട്ടിക്കുലർ ഡിഗ്രി BSc കൊമേഴ്സ്, BSc ഫിസിക്സ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്കോ അങ്ങനൊന്നും പറയുന്നില്ല. എനി ഡിഗ്രി, നിങ്ങൾ ഏത് ഡിഗ്രിയും പഠിച്ചതായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു RBI അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ എനി ഡിഗ്രി ഈസ് ദ ക്രൈറ്റീരിയ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, വിത്ത് എ മിനിമം ഓഫ് 50% മാർക്സ് എന്ന് പറയുന്നുണ്ട്. സോ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ OBC കാറ്റഗറി കാൻഡിഡേറ്റ്സിനും ഒക്കെ മിനിമം 50% മാർക്ക് വേണം എന്നൊരു ക്രൈറ്റീരിയ RBI അസിസ്റ്റന്റ് എക്സാമിനേഷൻ പറയുന്നുണ്ട്. പാസ് ക്ലാസ് മതി. ST, SC ആൻഡ് PWD കാൻഡിഡേറ്റ്സ് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതിയെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ LPT എന്ന് പറയുന്ന ഒരു
ക്രൈറ്റീരിയ കൂടി ഇവിടെ വരുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും സംസാരിക്കാം എന്താണ് ഈ LPT ക്രൈറ്റീരിയ എന്നുള്ളത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് നമുക്ക് നോക്കാം. നമുക്ക് പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടാവും, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാവും, ആൻഡ് പിന്നെ ഒരു ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും. സോ ആദ്യം തന്നെ പ്രിലിംസ് എക്സാമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പ്രിലിംസ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. മെയിൻലി നമുക്ക് വരുന്നത് 3 സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ മാത്സ് ഉണ്ടാവും, റീസണിംഗ് ഉണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫോർ 30 മാർക്സ് ആയിരിക്കും. സെക്ഷണൽ ടൈമിംഗ് ഉള്ള ഒരു പരീക്ഷയാണ്. അതായത് ഇംഗ്ലീഷിന്റെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 20 മിനിറ്റ് ടൈം മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ഇംഗ്ലീഷിന്റെ സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 20 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് മാത്സിന്റെ സെഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ് ആണ്, 35 മാർക്സ് ആണ്. മാത്സിന്റെ സെഷൻ കഴിഞ്ഞ് ലാസ്റ്റ് 20 മിനിറ്റ്സിൽ റീസണിംഗിന്റെ സെഷൻ ആയിരിക്കും. ഇതിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 35 മാർക്സ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കിട്ടുന്ന ആകെ മൊത്തം സമയം 1 മണിക്കൂറാണ്. 100 ചോദ്യങ്ങളുമായിരിക്കും ഉണ്ടാകുക. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാമിനേഷൻ ആണ്. 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഓക്കെ, അങ്ങനെ പ്രിലിംസ് കഴിയുമ്പോൾ അവരൊരു കട്ട് ഓഫ് വെക്കും. ആ കട്ട് ഓഫ് RBI ഒരു കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും. ആ കട്ട് ഓഫ് മാർക്കും അതിന് മുകളിലേക്കുള്ള കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും മെയിൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക. സോ മെയിൻസിന്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. പരീക്ഷയുടെ ആകെ മൊത്തം സമയം എന്ന് പറയുന്നത് 135 മിനിറ്റ്സ് ആണ്. ഓക്കെ, അതായത് ഏകദേശം 2 hours and 15 minutes ടൈം ഡ്യൂറേഷൻ നമുക്ക് പറയാം. ഇതിൽ സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. റീസണിംഗിൽ നിന്ന് 40 ചോദ്യങ്ങൾ 40 മാർക്കിനായിരിക്കും. ആൻഡ് റീസണിംഗിന്റെ സെഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 30 മിനിറ്റ്സ് ടൈം ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷിൽ നിന്ന് 40 ചോദ്യങ്ങൾ 40 മാർക്ക്, 30 മിനിറ്റ് നേരം ഉണ്ടായിരിക്കും ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട്. ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് for 30 minutes, and current affairs അല്ലെങ്കിൽ general awareness ൽ നിന്ന് 40 questions for 40 marks for 25 minutes, and the last session is computer knowledge ൽ നിന്ന് 40 questions ഉണ്ടാവും, 40 marks ഉണ്ടാവും for the 20 minutes time duration. Okay, സോ ആകെ മൊത്തം അങ്ങനെ നമുക്ക് 135 മിനിറ്റ്സ് ആയി, 200 ക്വസ്റ്റ്യൻസും ആയി. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമായിരിക്കും മെയിൻസിൽ ഉണ്ടാകുക. മെയിൻസിലും എന്താണ് സെക്ഷണൽ ടൈമിങ്ങും ഉണ്ട്, നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ കഴിയുമ്പോഴും അഗെയിൻ മെയിൻസിൽ ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ആ കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നുണ്ടാവുക. RBI അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് പ്രിലിംസ് എക്സാമിനേഷൻ എപ്പോഴും നല്ല ഈസിയർ ടു മോഡറേറ്റ് ലെവലിൽ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആയിരിക്കും. മെയിൻസ് എക്സാമിനേഷൻ ആകുമ്പോഴത്തേക്കും മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് പ്രൊവിഷണലി ഷോർട്ട് ലിസ്റ്റ് ഫ്രം ദ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ വിൽ ഹാവ് ടു അണ്ടർഗോ LPT. അതായത് മെയിൻസ് എക്സാമിനേഷൻ ഷോർട്ട് ലിസ്റ്റായി വരുന്ന കാൻഡിഡേറ്റ്സ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് വൈസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ കേരള റീജിയൻ, കേരളത്തിൽ നിന്നാണ് നിങ്ങൾ ട്രിവാൻഡ്രം സോൺ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം എഴുതാനും സംസാരിക്കാനും നല്ല രീതിയിൽ വായിക്കാനും അറിയാവോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളത്. സോ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിന്റെ മാർക്കൊന്നും എവിടെ ആഡ് ചെയ്യത്തില്ല. ഇറ്റ്സ് ക്വാളിഫൈങ് ഇൻ നേച്ചർ. സോ അത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയാണ് ദ ഓവറോൾ സെലക്ഷൻ സ്റ്റേജ് ഓഫ് നമ്മുടെ RBI അസിസ്റ്റന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. നമുക്ക് ഇനി എക്സാം ഫീസ് നോക്കുവാണെങ്കിൽ SC ST PWD കാൻഡിഡേറ്റ്സിനൊക്കെ 50 ആണ് കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സമയത്ത്. പക്ഷെ ജനറൽ OBC അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റിന് ₹450 ആയിരിക്കും, പ്ലസ് GST ഉണ്ടാവും. സോ ഇത്രയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. സോ അടിപൊളിയായിട്ട് തന്നെ RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷന് പ്രിപ്പയർ ചെയ്യുക. RBI അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ആണ്. RBI ഇറ്റ്സ് എ ബാങ്ക് ഓഫ് ബാങ്ക്സ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ നിങ്ങൾക്ക് ഒരു RBI അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിൽ കയറുകയെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയും സീനിയോറിറ്റിയുടെ ബേസിലും ഒക്കെ കിട്ടാൻ പോകുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി തന്നെയാണ്. ഈവൻ RBI അസിസ്റ്റന്റിന്റെ സാലറി എന്ന് പറയുന്നത് ബാക്കിയുള്ള നമ്മുടെ ബാങ്ക് ക്ലറിക്കൽ പോസ്റ്റിനെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ വളരെ ഹയർ ആണ്. അതുപോലെ തന്നെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഇത്. അപ്പോൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷൻ ഡിഗിൻ ചെയ്ത് നോക്കിയിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ചാനലിൽ തന്നെ ഹൗ ടു അപ്ലൈ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ എങ്ങനെ അപേക്ഷിക്കണം എന്ന് കൺഫ്യൂഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന്
ആ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എൻട്രിയിലെ കോഴ്സുകളെ പറ്റി, നമുക്ക് എൻട്രിയിൽ RBI അസിസ്റ്റന്റ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. സോ ഈ കോഴ്സുകളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രോളിലൂടെ പോകുന്ന നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതിയാവും. സോ വിഷിംഗ് യു എ ഗ്രേറ്റ് ഡേ. ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.